നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണവുമായി രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അദ്ദേഹം സ്വയമേ കോടതിയിൽ കീഴടങ്ങാനാണ് സാധ്യത എന്നതടക്കമുള്ള വിലയിരുത്തലുകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് നടത്തിയ പ്രതികരണത്തിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ ഒരു നിലപാട്? ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? തന്ത്രപരമായ ഒരു സമീപനമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് എങ്കിൽ തീർച്ചയായും ഉടൻ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അറസ്റ്റ് ചെയ്യില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എവിടെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ പോലീസിന് ഏകദേശം ഒരു രൂപമൊക്കെ കാണും. അത്ര മണ്ടന്മാരൊന്നും അല്ല കേരള പോലീസ്. പക്ഷെ ചെയ്യാതിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു തന്ത്രമാണ്. അദ്ദേഹം ജയിലിൽ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു എന്ന് വെക്കുക, ഒരു 24 മണിക്കൂറിനകം അദ്ദേഹത്തിന് ജാമ്യം കിട്ടും. കാരണം അദ്ദേഹത്തിന്റെ കേസ് വാദിക്കുന്നത് ശാസ്തമംഗലം അജിത്ത് എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള അഭിഭാഷകനാണ്. അപ്പോ മള്ളൂർ വക്കീലും 1000 രൂപയും ഉണ്ടെങ്കിൽ ഏത് കൊലപാതക കേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നൊരു ചൊല്ല് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ്. അപ്പൊ ശക്തിയായിട്ട് പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ പഴുതുകൾ അല്ലെങ്കിൽ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് വളരെ സുരക്ഷിതമായിട്ട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും ചില അഭിഭാഷകർ വിചാരിച്ചാൽ, വിദഗ്ധരായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു വക്കീൽ തന്നെയാണ് ശാസ്തമംഗലം അജിത്ത്. അദ്ദേഹം BJPയുടെ സഹചാരിയും കൂടിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിലും ഒരു ഭക്തിയുള്ള മനുഷ്യൻ എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ശബരിമല ഏറ്റവും ഒടുവിൽ ദർശനം നടത്തിയ ഒരാളാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ഭക്തിയൊക്കെ ഉള്ള ആളാണ്. ഇയാൾ എങ്ങനോ പിഴച്ചു പോയിരിക്കുന്നു. ആരും അതിന് പിന്നിൽ ഒരു പ്രലോഭനം സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. ആ വാദങ്ങളൊന്നും അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല. അതൊക്കെ രഹസ്യമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം. ഇതിനിടയ്ക്ക് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന വളരെ ശക്തമായിട്ട് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നിരുന്നു. ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ അതിജീവിത വളരെ കാപട്യക്കാരിയാണ്, നാട്യക്കാരിയാണെന്നുള്ള ഒരു വാദം അവരിതിനിടയ്ക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപ്രകാരം അവരുടെ തെളിവുണ്ട്. ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും കല്യാണം ഡിവോഴ്സ് ചെയ്യാതെ തന്നെ ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. രാഹുലിനെ പറഞ്ഞു ചതിക്കുകയായിരുന്നു താൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. ഇതുവരെ ആ വിവാഹം വേർപെടുത്തിയിട്ടില്ല, ഇന്നലെ വരെ. അതിനുശേഷം വേർപെടുത്തിയെങ്കിലേ ഉള്ളൂ എന്നാണ് ആ സംഘടന പറയുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കേണ്ട എന്ന് കരുതിയിട്ട് അത് പുറത്തു പറയാതിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. അവർ പറഞ്ഞത് മുഴുവൻ ശുദ്ധ അബദ്ധമാണ്, അടിമുടി കള്ളമാണെന്നുള്ള ഒരു വാദം ഈ സംഘടന ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് രാഹുൽ വെളിപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ വക്കീലിന്റെ കയ്യിൽ വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രബലമായിട്ടുള്ള തെളിവുകൾ അതിജീവിതയ്ക്കെതിരെ വക്കീലിന്റെ കൈവശം എത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, ഈ കേസ് ഒരു റേപ്പ് കേസല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അതിനുള്ള വകുപ്പുകളില്ല. പിന്നെ മറ്റൊന്ന് അബോർഷന്റെ കാര്യമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധമായ തെളിവുകളും തൽക്കാലം ലഭ്യവുമല്ല. അപ്പൊ ഈ ശബ്ദരേഖ മാത്രമാണ് ഏക ആശയം. അതുകൊണ്ട് തന്നെ വളരെ ദുർബലമായിട്ടുള്ളൊരു കേസാണ്. വളരെ നിഷ്പ്രയാസം തന്നെ ഈ കാര്യത്തിൽ ജാമ്യം ലഭിക്കാവുന്നതുമാണ്. അതുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ അവധാനത പുലർത്തുന്നത്. അദ്ദേഹം പാലക്കാട് വിട്ടുപോയാൽ ജാമ്യം കിട്ടാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി പാലക്കാട്ട് തന്നെ തുടരുകയായിരുന്നു എന്നാണ് വിവരം. അപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ വിവരം തന്നെയാണ്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഭരിക്കുന്നത് DMK ഗവൺമെന്റാണ്. DMK ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയുമാണ്. അപ്പോ അദ്ദേഹത്തിനെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ട പദ്ധതികൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കരുതലുകൾ ഉണ്ടാക്കാൻ അവിടുത്തെ ഗവൺമെന്റിന് കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ചൊവ്വാഴ്ച മാത്രമേ അദ്ദേഹം കോടതിയിൽ വന്ന് താനെ കീഴടങ്ങുക എന്നതിന് മാത്രമാണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് മുന്നിൽ സാധ്യതകൾ കാണുന്നത്. ആ വഴിക്കായിരിക്കും പോലീസിന്റെ നീക്കവും. അതിനുശേഷം ജാമ്യം നിഷേധിക്കപ്പെട്ട ഉടനടി അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളായിരിക്കും അവരിപ്പോ ആലോചിക്കുന്നത്.
ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുന്നേ പോലീസ് അറസ്റ്റിലായാൽ എന്തൊക്കെയാണ് രാഹുലിന് കുരുക്കാകുന്നത് ആ ഒരു സാഹചര്യത്തില്? കുരുക്കൊന്നുമില്ല. അദ്ദേഹം ഒരു ബലിയാടാവും. ഈ മെൻസ് അസോസിയേഷൻ എന്ന സംഘടന പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആ നിമിഷം പൂമാലയിട്ടും ഇട്ടുകൊടുത്ത് സ്വീകരിക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇരയാക്കപ്പെട്ടത് രാഹുലാണ് എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. ആ തരത്തിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം ഉണ്ടെന്നും അവരെ ആവേശപൂർവ്വം ഒരു അസാധാരണമായിട്ട് ഇങ്ങനെ ഒരു കേസിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഘടനയും ബാധിച്ച് കണ്ടിട്ടില്ല. ഈ സംഘടന വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ആ രാജി ആവശ്യമൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാജി എന്നൊരു ആവശ്യം അതിന് പ്രസക്തി ഉണ്ടോ? പ്രസക്തിയില്ല. കാരണം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും അതിന്റെ കേസിന്റെ പല ഘട്ടങ്ങളിൽപ്പെട്ട കുറ്റാരോപിതർ 3 പേർ ഇപ്പോൾ തന്നെ നിയമസഭയിലുണ്ട്. ഇപ്പോൾ നമ്മളുടെ നിയമത്തിന്റെ വീക്ഷണത്തിൽ അതിന്റെ ഒരു കോണിൽ നിന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ പെടും. കുറ്റാരോപിതനാണ്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവർ വരെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ MLA ആയിട്ടിരിക്കുമ്പോൾ വിളങ്ങുമ്പോൾ ഇദ്ദേഹം രാജിവെക്കേണ്ട ഒരു ആവശ്യവും കീഴ്വഴക്കമനുസരിച്ചും നിയമം അനുശാസിക്കുന്നതനുസരിച്ചും ഇല്ല എന്ന് തന്നെ നിശ്ചയമായും പറയാം. ഇവിടെ ഇപ്പോ രാഹുൽ ഒരു വശത്ത്, മറുവശത്ത് അതിജീവിതയുടെ ഭർത്താവ്, 2 പേർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളുണ്ട്. അപ്പോ സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് ഈ ഒരു വിഷയത്തില്? ഇതിലെ കള്ളം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഇത് സമ്മതിച്ചിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട് ഉത്തരവാദിത്വം. ആ പെൺകുട്ടിയാണ് കള്ളം പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. വിവാഹം വേർപെടുത്തി എന്നുള്ള കള്ളം പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇവിടെ ഒരു കെണി അദ്ദേഹത്തിന് ഒരുക്കി വെച്ചിരിക്കുന്നു. വിവാഹിതയല്ല എന്നുള്ള വാക്ക്. തീർച്ചയായിട്ടും വിവാഹിതയാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഏത് ബന്ധത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് രാഹുൽ പക്ഷക്കാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും ഈ അദ്ദേഹം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സ്ഥിതിക്ക് അതിന്റെ ഭാവിയിൽ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രക്ഷ അല്ലെങ്കിൽ നഷ്ടപരിഹാരം എല്ലാം കൊടുക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും രാഹുലിനുണ്ട്. അങ്ങനെ ഈ സൗഹൃദ ബന്ധം വഴി കലാശിച്ച ഒന്നാണ്, ഇതൊരു ട്രാജഡിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. അല്ലാതെ ഇതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ റേപ്പ് കേസ് ഒന്നും ഉണ്ടായിട്ടില്ല, ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അതിനുള്ള നഷ്ടപരിഹാരം, ഒരു വിവാഹ ജീവിതം നയിക്കുക അതിന് തയ്യാറായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹം ഈ കേസിൽ തന്നെ അഗ്നിശുദ്ധിയോടെ തന്നെ പുറത്തു വന്ന് അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം തന്നെ ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പൊ 2 തട്ടിലാണ്. ചിലർ അനുകൂലിക്കുന്നു, ചിലർ സംരക്ഷിക്കുന്നു, ചിലർ പാടെ കൈവിടുന്നു. അപ്പൊ എന്താണ് ആ നിലപാടിനോട് ശരിക്കും എന്താണ് കോൺഗ്രസ് രാഹുലിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് ഈ ഒരു സമയത്ത്? അതാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇതാണ്, ഈ ഞണ്ടുകളെ പോലെ മുകളിലോട്ട് കയറുന്ന ഞണ്ടുകളെ പിടിച്ച് താഴേക്ക് വലിച്ചിടുക എന്നുള്ള ഒരു പരിപാടി അവിടെ ഉണ്ട്. പക്ഷെ CPM ഇപ്പൊ കൊലപാതക കേസായാലും ബലാത്സംഗ കേസായാലും ഏത് തരത്തിലുള്ള കേസായാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് ന്യായീകരിച്ചുകൊണ്ട് കുറ്റാരോപിതൻ മാത്രമാണെന്ന് പത്മകുമാറിനെ പറ്റി, ശബരിമല കേസില് കുറ്റാരോപിതനായിട്ടുള്ള പത്മകുമാറിനെ പറ്റി അവർ പറയുന്നുണ്ട് ശക്തമായ ഭാഷ. എന്ന് മാത്രമല്ല കൊലപാതക കേസിൽ തെളിവ് സഹിതം പ്രതികളാക്കപ്പെട്ട, കുറ്റാരോപിതരല്ല പ്രതികളാക്കപ്പെട്ട് ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വരെ അഭിവാദ്യം അർപ്പിച്ച് മുൻ MLA-മാരും മുൻ മന്ത്രിമാരും മുൻ MP-മാരും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ് ആ കൊലപാതകം എന്നുള്ളതാണ് അവരുടെ ന്യായീകരണം. അപ്പൊ അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ സാമർഥ്യം CPM കാണിക്കാറുണ്ട്. പക്ഷെ കോൺഗ്രസിന് അത് സാധിക്കുന്നില്ല. പല അഭിപ്രായങ്ങൾ വന്നിട്ട്, എന്നാ ഒരഭിപ്രായം പറയാതെ ഉണ്ടായിരുന്ന മതിയായിരുന്നു. പല അഭിപ്രായങ്ങൾ വന്നിട്ട് വളരെ വളരെ ദുർബലപ്പെടുന്നുണ്ട് കോൺഗ്രസ്. അതൊരു വലിയ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിലും ഉണ്ടായിരുന്നു കഴിഞ്ഞെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി. ഇതിപ്പോ വലിയൊരു അഭംഗിയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വലിയൊരു ദൗർബല്യമായിട്ടും അത് മാറും.